ഒട്ടുമിക്ക ആളുകൾക്ക് 100% ലോൺ വേണം, അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി മുഴുവൻ ലോൺ ചെയ്യണം. അങ്ങനെയുള്ള ഒരുപാട് ആളുകളാണ് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 100% ലോൺ കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് 100% ലോൺ കിട്ടുക എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ സിബിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ബാങ്ക് ഫിനാൻസ് എല്ലാം തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സിബിൽ സ്കോർ ഒരു 750-800 മുകളിൽ എന്തായാലും ഉണ്ടായിരിക്കണം. അതിന് പുറമെ നമ്മൾ അടവും കാര്യങ്ങളൊക്കെ എടുത്തവരാണെങ്കിൽ ആ അടവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകുന്നവരാണ്, പെൻഡിങ് വെക്കാത്തവരാണ്, ഡേറ്റ് മാറാതെ കറക്റ്റ് സമയത്ത് അടവും കാര്യങ്ങളൊക്കെ അടഞ്ഞു പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ട്രാക്ക് ക്ലിയർ ആയിരിക്കും. അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്ന വാഹനത്തിൻ്റെ EMI നിങ്ങൾക്ക് മാസം അടക്കാൻ പറ്റുമെന്ന് തെളിയിക്കുന്ന നിങ്ങളുടെ സാലറി ട്രാക്ക് കൂടി ഉണ്ടെങ്കിൽ, അതേ സാലറി സ്ലിപ്പ് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണും കാര്യങ്ങളൊക്കെ മാക്സിമം വിടും. പിന്നെ എടുത്ത് പറയേണ്ടത്, മോഡൽ കുറഞ്ഞ വാഹനങ്ങൾക്ക് ഒരിക്കലും 100% ലോൺ കിട്ടില്ല. നമുക്ക് മോഡൽ കൂടിയ വാഹനങ്ങൾക്കാണ് ഡൗൺ പേയ്മെൻറ്റ് കുറഞ്ഞ് മാക്സിമം നമുക്ക് 100% വരെ ലോൺ സൗകര്യം കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതായത് മോഡൽ കൂടിയ വാഹനങ്ങൾ എടുക്കാൻ വരുന്നവരാണെങ്കിൽ നല്ല പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 100% ലോൺ സൗകര്യം കിട്ടും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ 100 കിട്ടിയില്ലെങ്കിൽ ഒരു 20,000-30,000 കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇപ്പോൾ എല്ലാ ബാങ്കുകാരും മാക്സിമം ലോൺ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന, പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഞാൻ നിൽക്കുന്നത്. അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മാരുതി ഡീലർമാരായിട്ടുള്ള പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രീ ഓണേഡ് യൂസർ ഷോറൂമിലാണ്. ഈ ഷോറൂമിന്റെ പ്രത്യേകത, നമ്മൾ തിരയുന്ന, സാധാരണക്കാർ തിരയുന്ന എല്ലാത്തരം ചെറുവാഹനങ്ങളുടെ സ്റ്റോക്കും ഈ ഒരു ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും, ഏത് കമ്പനിയുടെ വേണമെങ്കിലും ധൈര്യപൂർവ്വം വരാം. ലൊക്കേഷൻ വരുന്ന നമ്മുടെ പാലക്കാട്, കോഴിക്കോട് മണൽ ബൈപ്പാസിനോട് ചേർന്നിട്ടാണ് ഷോറൂമുകൾ കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസും ഷോറൂമുകളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തു. അപ്പോൾ ഈ ഒരു മാസം ഏതൊക്കെ വാഹനങ്ങളാണ് സ്റ്റോക്ക്, എത്രയാണ് പ്രൈസ് റേഞ്ച്, എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നല്ലൊരു യൂസർ അന്വേഷിച്ചെടുക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂമിന്റെ വീഡിയോ അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക, പ്രത്യേകിച്ചിട്ട് പാലക്കാട് ജില്ലക്കാർ. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ഏകദേശം ഒരു 30,000-40,000 ആ റേഞ്ചിൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു വാഗനർ പരിചയപ്പെടുത്തിയാൽ കേട്ടോ. ഇത് 6 മാസത്തെ വാറണ്ടി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് 2019 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗനറാണ്. VXC ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 59,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്രോൾ മാനുവൽ 1200 cc ഈ ഒരു വാഹനം വരുന്നത്. ഇതിൽ 4 ഡോർ പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ്, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്, സ്പോയിലർ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ ടയേഴ്സാണ്. വിത്ത് ഫോഗ് ലാംപ്സ് ഇറക്കം വരുന്ന വാഹനമാണ്. വേറെ മേജർ ഇഷ്യൂസ്, കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനം തന്നെയാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,20,000 രൂപയാണ്. ഇതിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 40,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്നതാണ്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്, ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിൽ നമുക്ക് പോകാവുന്നതാണ്. ഇത് മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനമാണ്. സീറ്റ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ, അതായത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വേരിയന്റ് ആണ് സീറ്റ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. ഓടിയിരിക്കുന്നത് 54,000 കിലോമീറ്റർ ആണ്. അതും ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ ABS, എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾ, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ് എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ നമുക്ക് പുറത്ത് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, സ്പോയിലർ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, മിറർ ഇൻഡിക്കേറ്റർ, അലോയ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സാണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 5,85,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 40,000 രൂപ ആ റേഞ്ചിൽ നമ്മൾ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. 6 മാസത്തെ വാറണ്ടി ഉണ്ടാവും, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഓൾ ഇന്ത്യ ഏത് മാരുതിയുടെ സർവീസ് സെന്ററിൽ പോവുകയും ചെയ്യാം. മീഡിയം ബഡ്ജറ്റിൽ നല്ലൊരു യൂസർ അന്വേഷിച്ചിറക്കുന്ന ആൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനമാണ് ഡാറ്റ്സൺ കമ്പനിയുടെ റെഡിഗോ. ഇത് 2016 മോഡലാണ്. T ഓപ്ഷനിലാണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 93,000 കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സാണ്. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ്, കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 1,70,000 രൂപയാണ്. വാഹനത്തിന് ലോൺ സൗകര്യവും ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ചെറിയൊരു EMI കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇറക്കാൻ പറ്റുന്ന നല്ലൊരു വാഹനമാണ്. ലോ ബഡ്ജറ്റിൽ നല്ല കണ്ടീഷനുള്ള ഒരു സ്വിഫ്റ്റ് കാർ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ്. ഇത് 2007 മോഡൽ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ്. VXC ആണ് വേരിയന്റ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 82,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. പെട്രോൾ മാനുവലാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോസ്, അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഇതിൽ അലോയ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സാണ്. ഈ വാഹനത്തിനോട് ചോദിക്കുന്ന പ്രൈസ് ആണ് മെയിൻ ഹൈലൈറ്റ്. 1,40,45,000 രൂപയാണ് ചോദിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഒരു ലോ ബഡ്ജറ്റിൽ ഇതുപോലൊരു സ്വിഫ്റ്റ് കണ്ടീഷൻ വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഫോർഡ് കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വാഹനമാണ് ഫോർഡിൻ്റെ ഫിഗോ എന്ന് പറയുന്ന വാഹനം. ഇത് 1 ഇയർ വാറൻറ്റി കൊടുക്കുന്ന ഒരു കിഡിലൻ സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഫോർഡ് ഫിഗോ വിത്ത് വാറൻറ്റിയോട് കൂടി വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2020 മോഡൽ ഫോർഡിൻ്റെ ഫിഗോ എന്ന് പറയുന്ന വാഹനം ടൈറ്റാനിയം എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. ഇത് 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ ഒരു വാഹനം ടൈറ്റാനിയം ആണ്, അതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതുപോലെ തന്നെ 4 ഡോർ പവർ വിൻഡോ, ABS, എയർ ബാഗ്, ആലോയ് വീല്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ, ഡിസ്പ്ലേ എന്നിങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഫുൾ ലോഡ് വണ്ടിയാണ്. നിലവിൽ വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ പേരിൽ തന്നെ ഈ വാഹനത്തിന് 1 ഇയർ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 4,35,000 രൂപയാണ്. പ്രൈസ് ആസ്കിംഗ് പ്രൈസ് ആണ്, ചെറിയതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൂടാതെ 1 ഇയർ വാറൻറ്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാങ്ങാം. ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഇഷ്ട വാഹനമാണ് മാരുതിയുടെ ഓൾട്ടോ എന്ന് പറയുന്ന വാഹനം. നല്ലൊരു കണ്ടീഷൻ പീസ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ LX ആണ് വേരിയൻറ്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 94,000 കിലോമീറ്ററാണ് ഒരു വാഹനം ഓടിയിട്ടുള്ളത്. AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ഒരു 80% പുതിയ ടയേഴ്സാണ് നിലവിലുള്ളത്. നിലവിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു. വേറെ മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. നിങ്ങൾക്ക് വാഹനമൊക്കെ ഓടിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റിയ ഒരു വാഹനം തന്നെയാണ്. ചോദിക്കുന്ന പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ്. ആസ്കിംഗ് പ്രൈസ് ആണ്. ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 2008 മോഡലിലെ ഹ്യുണ്ടായുടെ സാൻഡ്രോ എന്ന് പറയുന്ന വാഹനമാണ്. XE ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത്. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. നിലവിൽ റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വാഹനം 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നിലവിലെ കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,10,000 രൂപ. ആസ്കിംഗ് പ്രൈസ് ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ലോ ബഡ്ജറ്റ് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. ഇത് 2008 മോഡൽ മാരുതി സുസുക്കിയുടെ Zen Estilo എന്ന വാഹനമാണ്. LX ആണ് വേരിയന്റ്. 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 78,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോസ്, മ്യൂസിക് സിസ്റ്റം, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാഹനത്തിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ റണ്ണിങ് കണ്ടീഷൻ വാഹനമാണ്. ഇതിന് അവർ ചോദിക്കുന്ന പ്രൈസ് 1,10,000 രൂപയാണ്. കച്ചവടമാകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ വാഹനത്തിന്റെ പ്രത്യേകത ഇത് പെട്രോളും യൂസ് ചെയ്യുക, LPG യൂസ് ചെയ്യുക കേട്ടോ. നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കൂടി നോക്കാം. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിളാണ്. ഇത് 2011 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. LX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, പിന്നെ മോശമല്ലാത്ത രീതിയിലുള്ള സീറ്റ്, അതുപോലെ തന്നെ ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ആവറേജ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,20,000 രൂപയാണ്. 2008 മോഡൽ മാരുതി ഓൾട്ടോ ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1,50,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിനോട് ചോദിക്കുന്ന പ്രൈസ് 1,00,000 രൂപയാണ്. ഈ ഒരു വാഗണർ 2008 മോഡലും 2009 രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത്. BXC ആണ് കേട്ടോ വേരിയന്റ്. ഓടിക്കുന്ന കിലോമീറ്റർ 1,00,000 മേലെ ഓടിയിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, വൃത്തിയുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,26,000 രൂപയാണ്. ഇത് ചോദിക്കുന്ന പ്രൈസ് ആണ്. ചെറിയ ഇതിൽ മാറ്റും കാര്യങ്ങളൊക്കെ കച്ചവടം ഉണ്ടാവും. ഇത് 2012 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 BXC ആണ് വേരിയന്റ് വരുന്നത്. 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 62,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം ഒരു 90% ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,11,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ലോൺ അവൈലബിൾ ആണ്. മാരുതി സുസുക്കിയുടെ ഈക്കോ എന്ന് പറയുന്ന വാഹനം ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ്. പ്രത്യേകിച്ചിട്ട് ചെറിയ ചെറിയ കച്ചവട ആവശ്യങ്ങൾക്കും യാത്രാ സൗകര്യത്തിനും ഒരുപോലെ ഒരു വാഹനം അന്വേഷിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാഹനമാണ് മാരുതിയുടെ ഈക്കോ എന്ന് പറയുന്ന ഈ ഒരു വാഹനം. ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇത് 2012 മോഡല് മാരുതി സുസുക്കിയുടെ ഈക്കോ 5 സീറ്റർ AC ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്.
39,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, കണ്ടീഷൻ വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 60,000 70,000 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാവുന്ന കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഈ വാഹനം ഒരു മീഡിയം ബഡ്ജറ്റ് വാഹനമാണ്. നമുക്കൊരു 50,000 രൂപ അല്ലെങ്കിൽ 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇത് 2013 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ എഞ്ചിനാണ്. 73,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇതിൽ AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എയറും കാര്യങ്ങളൊക്കെ ഏകദേശം ആവറേജിന് താഴെയാണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 2 ലക്ഷം രൂപയാണ്. ഇതിൽ തന്നെ 1,50,000 60,000 ആ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനമാണ്. ഏകദേശം ഒരു 40-50 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും. വെറും 40,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 ഇയർ വാറന്റിയോട് കൂടി വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള സാൻഡ്രോ നമുക്ക് പരിചയപ്പെടാം. ഇത് 2020 മോഡലും 21 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം കേട്ടോ. സ്പോർട്സ് ആണ് വേരിയന്റ്. പെട്രോൾ മാനുവലാണ് വരുന്നത്. 58,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. അതും ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സ്പോർട്സ് എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4-door പവർ വിൻഡോസ്, ABS, എയർ ബാഗ്, റിമോട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഇതിന് 1 ഇയർ വാറന്റിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് നമുക്ക് വാങ്ങുകയും ചെയ്യാം. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 3,90,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. കച്ചവടം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചെറിയ രീതിയിൽ മാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 2014 മോഡലിൽ ഷെവർലയുടെ ബീറ്റ് എന്ന വാഹനമാണ്. LS ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. 74,000 കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ വൃത്തിയുള്ള സീറ്റ് കവേഴ്സ്, മ്യൂസിക് സിസ്റ്റം, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന്റെ ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 1,50,000 രൂപയാണ്. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ വാഗണർ ആണ്. LX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവലാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, 4 പുതിയ ടയേഴ്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വാഹനം കേട്ടോ. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന പ്രൈസ് 2,91,000 രൂപയാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. ഇത് 2019 മോഡല് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 VX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. 43,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC, പവർ സ്റ്റിയറിംഗ്, അതുപോലെ തന്നെ ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ്, കണ്ടീഷൻ ടയേഴ്സ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല കണ്ടീഷൻ വാഹനമെന്ന് പറഞ്ഞു. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 3,70,000 രൂപയാണ്. നമുക്കൊരു 50,000 താഴെ ഒരു 40-50 ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഒരു വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇതിന് 6 മാസത്തെ വാറന്റി ഉണ്ട്. 3 ഫ്രീ സർവീസ് ഉണ്ട്. ലോണിലാണ് വാഹനങ്ങൾ എടുക്കുന്നതെങ്കിൽ 1,00,000 5 വർഷത്തേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് EMI വരിക ഒരു 2,300, 400, 500 ആ റേഞ്ചിലാണ് വരിക. അത് കസ്റ്റമറുടെ പ്രൊഫൈൽ നോക്കിയിട്ടിരിക്കും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇത് 2018 മോഡലും 19 രജിസ്ട്രേഷൻ വരുന്ന മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. LX ആണ് വേരിയന്റ്. നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. വെറും 15,300 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അതും ജെനുവിൻ കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ AC, പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം ഒരു 80-90% ടയേഴ്സ് ആണ് നിലവിൽ ഈ ഒരു വാഹനത്തിനുള്ളത്. ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് 3,20,000 രൂപ മാത്രമാണ്. ഇതിൽ തന്നെ ഒരു 50,000 രൂപ 40,000 രൂപ ആ റേഞ്ചിൽ ഡൗൺ പേയ്മെന്റ് കൊടുത്തേച്ച് ബാക്കി നമുക്ക് ലോൺ ചെയ്ത് പോകാം. ഇത് 2014 മോഡൽ മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 എന്ന് പറയുന്ന വാഹനമാണ്. VX ആണ് വേരിയന്റ് വരുന്നത്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഓടിയിരിക്കുന്ന കിലോമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ 70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിൽ AC, പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, ഫ്ലോർ മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 2,35,000 രൂപയാണ്. ഏകദേശം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും.
അപ്പോൾ ചെറിയ രീതിയിൽ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കച്ചവടം. ഇത് 2011 മോഡൽ ഫോർഡിന്റെ ഫിഗോ എന്ന് പറയുന്ന വാഹനമാണ്. EXE ആണ് വേരിയന്റ്. നിലവിൽ 2ാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഡീസൽ എഞ്ചിനാണ്. 1,45,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ AC, പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം, വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് 1,35,000 രൂപയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോ. ലൊക്കേഷൻ വരുന്നത് പാലക്കാട് പോപ്പുലർ വെഹിക്കിൾസിന്റെ പ്രിയോണയുടെ യൂസർ ഷോറൂമിലാണ്.